എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയും ഡിന്നറായും വേണമെങ്കിൽ സ്നാക്കായും ഒക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പത്തിന്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ ഈ ഒരു മാവ് കുഴച്ചെടുക്കാനുള്ള ചോറ് മിക്സിന്റെ ജാറിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനിതാ ഇതുപോലെ ഒരു മിക്സിന്റെ ജാറിലേക്ക് 1.5 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് അളന്നിട്ടാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ആട്ടപ്പൊടിയും 1 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആട്ടപ്പൊടി മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചേർത്തിട്ട് കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ മൈദപ്പൊടി മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഞാൻ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് എടുത്തിന്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചോറ് ഇതുപോലെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു മാവ്. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചോറിന്റെ ആ ഒരു മിക്സ് വെച്ചിട്ട് തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നന്നായിട്ട് കുഴച്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയതിനു ശേഷം 1 ടീസ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം. അതിനുശേഷമാണ് ഇത് പരത്തി ചുട്ടെടുക്കുന്നത്. ഇനി ഞാനിതാ ഒരു ബൗളിൽ 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടെ ചതച്ചെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ ഇതാ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പ് മേലെ അല്പം മൈദ ഇട്ടിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ ഒന്നിക്കിൽ ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഉരുളകളാക്കി എടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയൊന്ന് തൂക്കിയതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് റൗണ്ടായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ കനം കുറച്ചിട്ട് റൗണ്ടായിട്ട് പരത്തി എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ഈ ഒരു രീതിയിൽ പരത്തി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കത്തി വെച്ചിട്ട് 2 അറ്റവും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. 2 സൈഡിലുള്ള ആ കട്ട് ചെയ്ത ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം നടുവിലേക്ക് ആക്കിയതിന് ശേഷം മറ്റേ ഭാഗവും ഈ ഒരു രീതിയിൽ ആക്കിക്കൊണ്ട് ബോക്സ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു ബോക്സ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലെയർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് പരത്തി എടുക്കണം. അപ്പം വീണ്ടും കൗണ്ടർ ടോപ്പിലേക്ക് അല്പം മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സ്ക്വയറായിട്ട് പരത്തി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലെല്ലാം സ്പ്രെഡ് ആക്കി കൊടുക്കാം മടക്കുന്നതിന് മുമ്പായിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചോറ് ചേർത്തിട്ട് കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗിയോ ഓയിലോ എന്തെങ്കിലും വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് അല്പം ഗിയോ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തിയത് ആ മുട്ടേൻ്റെ മിക്സിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് ചുട്ടെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. എന്നാലാണ് നല്ലതുപോലെ ഉള്ളു വെന്ത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പുറമെ പെട്ടെന്ന് റെഡിയാവും, ഉള്ളു വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കറി കൂട്ടിയിട്ടും കറി ഇല്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. സ്കൂളെല്ലാം തുറന്നില്ലേ, മക്കൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും കൂടെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ.